പ്രിയ അംഗങ്ങളെ, നമ്മുടെ പ്രതിമാസ സാംസ്കാരിക സന്ധ്യ സാന്ദ്രലയം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനാ ഗാനത്തിനായിട്ട് ശ്രീമതി രജനി MR ക്ഷണിക്കുന്നു. മ്യൂട്ടില. ഈ വാളന്റിയൻസ് സുദിനത്തിൽ പുനർഗ്രൂപ്പിലെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തേരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവാണി മേടയും തുല്യമായി തേടും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയ എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നോട് കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എന്നുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു. അടുത്തത് നമ്മളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി പ്രിയ ശ്രീമതി ഫിലോമിനാജിയെ വളരെ സന്തോഷത്തോടെ സ്വാഗത പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ പുനർനവയിലെ അംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് നല്ല ഒരു പ്രണയ ദിവസമായ വാലന്റൈൻസ് ഡേക്ക് ഈ സാന്ദ്രലയ സംഗമത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ച എല്ലാ പ്രണയ ജോഡികൾക്കും പ്രണയിനികൾക്കും പ്രണയന്മാർക്കും ഞാൻ എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. പുനർനവയിലെ ഇവിടെ സന്നിഹിതരായ എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇതില് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ഗീതം പാടിയ രജനി മാമിന് സ്വാഗതം ആശംസിക്കുന്നു. ഇതിലെ പ്രോഗ്രാം കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് ജേക്കബ് സാറിനും ഇതിന്റെ എല്ലാ ചുക്കാൻ പിടിച്ച് അടുപ്പിക്കുന്ന പ്രിയതമ റോസ്റ്റിക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മളെ പ്രണയ കഥകൾ പറഞ്ഞ് ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും തുനിയുന്ന ഹമീദാജിക്കും ജോഷി സാറിനും എന്റെയും പുനർനവയുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മളെ നല്ല നല്ല പ്രണയ പാട്ടുപാടിയും ആനന്ദസാഗരത്തിൽ ആറാടിക്കാൻ വന്നിരിക്കുന്ന അരുൺജിക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രണയ കവിത അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന സുനിതാജിക്ക് സ്വാഗതം ആശംസിക്കുന്നു. നേച്ചർ ലവ് സോങ്ങുമായി എത്തിയിരിക്കുന്ന സിന്ധുജിക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രണയ ലേഖനവുമായി എത്തിയിരിക്കുന്ന മോത്തിജിക്കും പ്രണയലേഖനം നേരത്തെ കൊടുക്കാൻ കഴിയാതെ പറ്റിപ്പോയ സങ്കടത്തിലായിരിക്കും ഇപ്പൊ എഴുതുന്ന പ്രണയലേഖനത്തിൽ നമ്മൾ സ്വാഗതം ആശംസിക്കുന്നു. പ്രണയ ശകലങ്ങളുമായി എത്തിയിരിക്കുന്ന ജീവിതം തന്നെ പ്രണയത്തിൽ കഴിയുന്ന നമ്മുടെ ഗീതാജിക്കും സ്വാഗതം ആശംസിക്കുന്നു. ഗാനാലാപനവുമായി മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്ന ബിന്ദുജിക്കും സ്വാഗതം ആശംസിക്കുന്നു. ഫൈനലി നന്ദി പ്രകാശത്തിന് എത്തിയിരിക്കുന്ന നമ്മുടെ രവി സാറിനും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും പുനർനവയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഞാനൊരു ചെറിയ റിഡിലും കൂടെ ഇതിൻ്റെ കൂടെ ചോദിക്കുകയാണ് നിങ്ങളോടെ. എൻ്റെ സമയം മുഴുവൻ ഞാൻ എടുത്തില്ല, അതുകൊണ്ട് ഒന്നിൻ്റെ കൂടെ ഒരക്ഷരം ചേർന്നാൽ ഞാൻ ഇല്ലാതാകും, എന്താണ്? അറിയാമെങ്കിൽ പറയുക, അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഒന്നിന്റെ കൂടെ ഒരക്ഷരം ചേർന്നാൽ കറക്റ്റ്, നൺ. കാക്കയിൽ നിന്ന് എന്ത് ഒഴിവാക്കിയാൽ പശുവാകും? ഓക്കെ, കറക്റ്റ്. രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേരുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരം.
BP. എന്താ? BP. No. B is correct, but P is not correct. BD. Correct. അമ്മയെ കുത്തി മകൻ മരിച്ചു. തീപ്പെട്ടി കൊള്ളി. തീപ്പെട്ടി. Correct. ഒന്നുകൂടെ. ലാസ്റ്റ് വൺ. പഴുക്കുമ്പോൾ പച്ച, തിന്നുമ്പോൾ ചുമല, തുപ്പുമ്പോൾ കറുപ്പ്. മുറുക്കാൻ. എന്തോ? വെറ്റില മുറുക്കുന്നേ. തുപ്പുമ്പം കറുപ്പല്ലല്ലോ, തുപ്പുമ്പം ചുമലയല്ലേ തന്നെ വരുന്നേ. തിന്നുമ്പോ ചുമക്കും, പക്ഷെ തുപ്പുമ്പം കറക്കും. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാ. പഴുക്കുമ്പം ഗ്രീൻ, തിന്നുമ്പം ചുമപ്പ്, തുപ്പുമ്പം കറുപ്പ്. ഞാവൽക്കായാണ്. ഞാവൽക്ക. അല്ല, ഞാവൽക്കായുടെ നിറങ്ങും എന്താ? ഗ്രീൻ അല്ല. സമയം കളയണ്ട, ഞാൻ പറഞ്ഞു. പക്ഷെ കുരുമുളകാരും അങ്ങനെ പഴുക്കുമ്പോ ഒന്നും തിന്നാൻ പോകത്തില്ല. ഞാൻ പറയാം, അതായത് സമയം കളയണ്ട. വാട്ടർ മെലൺ, അതിനകത്തെ കുരു കറുപ്പല്ലേ. ഓക്കെ, സന്തോഷം. വളരെ താങ്ക് യു സോ മച്ച്. അടുത്തതിലേക്ക് കടക്കാം. ഒരു അധ്യക്ഷ പ്രസംഗമാണ് അടുത്തത്. എല്ലാവരെയും സ്വാഗതം ചെയ്ത ഫിലോമിനാജിയുടെ ഒരു റിഡിൽസ് കൂടെ അവതരിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ പുനർനവ ഗ്രൂപ്പിലെ കുടുംബത്തിലെ എല്ലാ സ്നേഹിതരെയും പ്രത്യേക ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സാന്ദ്രലയം പ്രോഗ്രാം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി ചേർന്ന് നമുക്കൊരു വാലന്റൈൻസ് ഡേ കൂടി ഇന്നത്തെ ദിവസം ആഘോഷിക്കാനുള്ള ഒരു വലിയ അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഈ സന്ധ്യയിൽ നമ്മൾ ഒത്തുചേരുന്നത് ഒരു സാധാരണ മാസ സംഗമത്തിനായിട്ടല്ല, മാത്രം ഇന്ന് സ്നേഹത്തിന്റെ ദിനമായ വാലന്റൈൻസ് ഡേയുടെ ആത്മാവും ആ സ്നേഹവും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാനാണ്. വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. അതൊരു നോവിന്റെ ഓർമ്മയാണ്. 3-ാം നൂറ്റാണ്ടില് റോമിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധ പുരോഹിതനായ വാലന്റൈന്റെ ഒരു ത്യാഗനിർഭരമായ ഓർമ്മയുടെ ദിവസമാണത്. റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് 2-ാമൻ ചക്രവർത്തി എല്ലാവരും സൈനിക സേവനത്തിന് പോകണം എന്ന് നിർബന്ധമാക്കി. പക്ഷേ വിവാഹം ചെയ്യുന്നവരാരും സൈനിക സേവനത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ റോമിലെ ആ ചക്രവർത്തി എന്തു ചെയ്തു? യുവാക്കളെല്ലാവരും വിവാഹം കഴിക്കരുത് എന്നൊരു കൽപ്പന, ഒരു നിയമം അങ്ങ് പാസാക്കി. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ അവിടുത്തെ ഒരു ബിഷപ്പ്, വാലന്റൈൻ എന്ന പേരായ ഒരു ബിഷപ്പ് എന്ത് ചെയ്തെന്നറിയാമോ? നല്ല പോലെ പ്രണയിനികളായ ഒരു യുവാവും യുവതിയുടെയും വിവാഹം അങ്ങ് നടത്തിക്കൊടുത്തു. അങ്ങനെ ആ വിവാഹം നടത്തിക്കൊടുത്തത് ഈ ചക്രവർത്തിക്ക് ഭയങ്കര ദേഷ്യമായി. അതിന്റെ ശിക്ഷയായിട്ട് അദ്ദേഹത്തെ പിടിച്ചങ്ങ് ജയിലിലിട്ടു. ജയിലിലിട്ട അവസാനം ഒരു ഫെബ്രുവരി 14-ാം തീയതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ആ ഓർമ്മയിലാണ് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. അത് AD 4-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടന്നതെങ്കിലും ഏതാണ്ട് 14-ാം നൂറ്റാണ്ട്, അതായത് 1400 ഫെബ്രുവരി 14-ാം തീയതി മുതൽ ഇത് ആഘോഷിക്കുന്നു എന്നാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നത്. അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. പണ്ട് ഈ വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോൾ പലരും റോസാപ്പൂക്കളും ഒക്കെ സമ്മാനിക്കുന്നു, പ്രണയ സന്ദേശങ്ങൾ അയക്കുന്നു. പക്ഷെ ഇന്ന് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാട്സപ്പിലൂടെയുള്ള ഒരു സന്ദേശങ്ങളും ഇപ്പൊ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണല്ലോ. പക്ഷെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പ്രണയിനികളുടെ ദിവസത്തെക്കാൾ ഉപരിയായി പരസ്പരമുള്ള സ്നേഹവും കരുതലും
ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ദിനമായിട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോഴുള്ള കാലം നമുക്കറിയാം. മാതാപിതാക്കളെല്ലാം ഒറ്റയ്ക്ക് താമസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കരുതൽ, പലരും പരസ്പരമുള്ള താങ്ങായി തണലായി ഒക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പരസ്പരമുള്ള കരുതലും സ്നേഹവും വിശ്വാസവും ഒക്കെ നിലനിർത്തുന്ന, ആ സന്തോഷം പങ്കിടുന്ന, സന്താപങ്ങളിൽ ഒരു താങ്ങായി ഒരു തുണയായി ഇന്നത്തെ ഈ ദിവസം മാറട്ടെ. സ്നേഹത്തിന്റെ ദിനമായ വാലന്റൈൻസ് ഡേയുടെ എല്ലാ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന ഒരു ദിനമായി കൂടി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ പ്രോഗ്രാമില് ഒരു പ്രണയ കഥയുമായി വരുന്നു. എനിക്ക് തോന്നുന്നത് ആ കഥയുടെ പേര് തന്നെ പ്രണയം എന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും തലതൊട്ടപ്പനായ ജോഷി സാറിനെ വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. 10 മിനിറ്റാണ് എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അതിന്റെ പ്രത്യേകത അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ജേക്കബ് സാറ് വിശദീകരിച്ചു. ഞാൻ അതിന്റെ ബാക്കിയുടെ ശകലം കൂടെ പൂരിപ്പിക്കുകയാണ്. പറഞ്ഞ ഭാഗങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. ഇദ്ദേഹം നിലവിൽ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ്. അതുപോലെ ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ ഫീസ്റ്റായിട്ട് കത്തോലിക്ക സഭ ആഘോഷിക്കുകയും ചെയ്തു. ഒരുപക്ഷെ കുറച്ചു കാലമൊക്കെ ആയുള്ളൂ ഇത് വളരെ പോപ്പുലറായിട്ട് എല്ലാ വിഭാഗങ്ങളും. ഒരുപക്ഷെ ഇത് ആചരിക്കുന്ന പലരും ഇതിങ്ങനെ ഒരു വിശുദ്ധന്റെ ദിനമാണ്, കത്തോലിക്ക വിശുദ്ധന്റെ ദിനമാണെന്ന് അറിഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ ഇപ്പൊ ചില ആളുകളൊക്കെ ഇത് നമ്മുടെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവിടെ ഇവിടെയായി നടക്കുന്നുണ്ട്. കാരണം ഇതിന്റെ പേരിൽ അതിന്റെ യഥാർത്ഥ ശുദ്ധിക്ക് പകരം പലതരത്തിലുള്ള വൾഗാരിറ്റികളും ഉണ്ടാകുന്നത് കൊണ്ടുകൂടി ആകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കാം. വിശുദ്ധൻ തടവറയിലായിരിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന അദ്ദേഹത്തെ ചക്രവർത്തി തടവറയിലാക്കി ഇതുപോലെ രഹസ്യമായി വിവാഹം ആശീർവദിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ തടവറയിലായിരിക്കുമ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അരിസ്റ്റേരിയൂസും അദ്ദേഹത്തിന്റെ അന്ധയായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു. ഈ അരിസ്റ്റേരിയൂസിന്റെ മകൾ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശങ്ങളും കൊണ്ടുവന്നു പോകും. അങ്ങനെ അവർ തമ്മിൽ ഊഷ്മളമായ ഒരു സുഹൃത്ത് ബന്ധം ഉടലെടുത്തു. തന്റെ കാരാഗ്രഹവാസത്തിന്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്ത്യാനികളാക്കാൻ സാധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തുന്നു, ചരിത്രപരമാണോ എന്ന് അറിഞ്ഞുകൂടാ. വിശുദ്ധൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ മകളുടെ കാഴ്ചശക്തി അത്ഭുതകരമായി തിരിച്ചു നൽകിയെന്നും പറയപ്പെടുന്നുണ്ട്. വിശുദ്ധൻ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം ആ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കുറിച്ചു. ആ സന്ദേശത്തിന്റെ താഴെ ഇങ്ങനെ എഴുതി, വാലന്റൈനിൽ നിന്നും, ഫ്രം യുവർ വാലന്റൈൻ.
എന്ന് എഴുതി ഒപ്പിടുകയും ചെയ്തു. കാലങ്ങളെ അതിജീവിച്ച ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണിത്. അത്ഭുതകരമായ നിരവധി രോഗശാന്തിയും ധർമ്മോപദേശങ്ങളും അനേകർക്ക് നൽകിയതിനു ശേഷം സീസറിന് കീഴിൽ മതമർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ഒടുവിൽ തലയറുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. AD 273 ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയം 4-ാം നൂറ്റാണ്ട് മുതലേ പ്രസിദ്ധി ആർജിച്ചിരുന്നു. തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതാണ്. ഒരുപക്ഷെ വിശുദ്ധ നാട്ടിൽ പോയിരിക്കുന്നവര് അവിടെ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ വാലന്റൈൻ സുഹൃത്ത് ബന്ധത്തിന്റെ ആഗോള അടയാളമായി മാറിയിരിക്കുന്നു. അതിനുദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിന്റെ എല്ലാ വാർഷികത്തിലും സെന്റ് വാലന്റൈൻസ് ഡേ. ഇത് കമിതാക്കളാണ് ഇന്ന് കൂടുതൽ ആഘോഷിക്കുന്നത്. കമിതാക്കൾ പരസ്പരം സ്നേഹം കൈമാറുന്ന ഈ പതിവ് ഇന്ന് പരക്കെയുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ വധൂവരന്മാരുടെ മധ്യസ്ഥൻ എന്നുള്ള നിലയിലാണ് കത്തോലിക്ക സഭ ഈ വിശുദ്ധനെ പ്രത്യേകമായിട്ട് വണങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളുടെ ഞാനൊന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞത് വളരെ ഈ സന്ദർഭത്തിന് അനുയോജ്യമാണ്. ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം. കഥയ്ക്കും ഞാനൊരു ആമുഖം കുറിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കഥ വളരെ ചെറുതാണ്. കഥ 3 മിനിറ്റിൽ താഴെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരങ്ങൾ ഇതിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ആമുഖം ഇങ്ങനെയാണ്. തൃശ്ശൂരിലെ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം. അവർക്ക് അവരുടെ നാട്ടിൽ സാമാന്യം ഭേദപ്പെട്ട അംഗീകാരവുമുണ്ട്. ആ വീട്ടിലെ ഇളയ മകൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തെക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യത്ത് ജോലിയാണ്. അവിടെ ജോലി ചെയ്യുന്നതിനും കുടുംബമായി താമസിക്കുന്നതിനും ആവശ്യമായ എല്ലാവിധ നിയമ പരിരക്ഷയും അടുത്ത നാളിൽ ഉറപ്പാക്കി. ഡ്രൈവിംഗ് ലൈസൻസും അവിടുത്തേത് സ്വന്തമാക്കി. വിവാഹം ചെയ്യുന്നതിനായി 1 മാസത്തെ അവധിക്ക് തൃശ്ശൂരിലെ തൻ്റെ വീട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എത്തുകയുണ്ടായി. 31 വയസ്സുകാരനായ ഈ പ്രസ്തുത ചെറുപ്പക്കാരൻ ഇന്നേക്ക് 18 ദിവസം മുമ്പ് രാത്രിയിൽ തൻ്റെ പ്രണയിനിയുമായുള്ള ഫോൺ സംഭാഷണത്തെ തുടർന്ന് ഉണ്ടായ സംഭവ വികാസമെന്ന് അനുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ സ്വന്തം ജീവൻ നശിപ്പിച്ച നിലയിലാണ് മുറിയിൽ അദ്ദേഹത്തെ കണ്ടത്. റിട്ടയർഡ് ടീച്ചർ കൂടിയായ അവരുടെ അമ്മ ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തമായിട്ടില്ല. ഈ സംഭവ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രണയ ദിനത്തിൽ ഞാൻ ഈ കഥ അവതരിപ്പിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ഈ 2 പേരെയും ഞാൻ മനസ്സിൽ കാണുന്നു. ഈ മരണമടഞ്ഞ പ്രിയപ്പെട്ട മകന് നിത്യശാന്തി നേരുന്നു. അമ്മയ്ക്ക് ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ വാലന്റൈൻ വഴി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഥയുടെ പേര് പ്രണയം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കരുത്. കരുതലുള്ള വാക്കുകൾ. എന്തുകൊണ്ടാവാം അയാൾ അവളോട് അങ്ങനെ പറഞ്ഞത്? ഉത്തരം അവൾക്കറിയാം. അവൾക്കറിയുന്നത് പോലെ ആർക്കും അയാളെ അറിയില്ല എന്നതാണ് സത്യം.
മറക്കുമോ എന്നെ? അയാളിൽ നിന്നും പ്രതീക്ഷിച്ച വാക്കുകൾ കേട്ട ഉടൻ അവളുടെ ചോദ്യം. എപ്പോ മറന്നെന്ന് ചോദിച്ചാൽ പോരെ. ഇത്തവണ ഇത്തിരി ദേഷ്യത്തോടെയാണ് അയാളുടെ മറുപടി. അവൾ മൂളി. രണ്ടുപേരുടെയും സ്നേഹം വർണ്ണിക്കാൻ ഇനിയും കണ്ടെത്തപ്പെടാതെ പോയ വാക്കുകൾ ഒരു പേമാരിയായി പെയ്യണം. നിസ്വാർത്ഥ പ്രണയം. ആ കടൽ തീരത്ത് ഉറ്റവർക്ക് വേണ്ടി അവർ ബലി നൽകി. ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുക്കിക്കളയാൻ അവർ രണ്ടുപേരും തയ്യാറായില്ല. അവരുടെ പ്രണയം മരിക്കുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ഇത് കണ്ട ദൈവം അവരുടെ പ്രണയത്തെ വാനിലേക്ക് ഉയർത്തി. പുനർജന്മം. വീണ്ടും അവർ സൂര്യനും ചന്ദ്രനുമായി. സൂര്യന്റെ പ്രകാശത്താൽ ചന്ദ്രൻ ഇന്നും നിലാവ് പൊഴിക്കുന്നു. അറ്റമില്ലാത്ത പ്രണയം എന്നും ഒരു തോൽവിയായിരുന്നത്രേ. എന്തിനൊക്കെയോ വേണ്ടി പിരിയുമ്പോൾ പരസ്പരം നന്മകൾ നേരുന്ന സ്നേഹത്തെക്കാൾ വലുതാണോ ദീർഘകാലത്തെ പ്രണയത്തെ മറ്റുള്ളവരെ നോവിച്ച് സ്വാർത്ഥതയോടെ സ്വന്തമാക്കുന്നത്? നന്ദി. താങ്ക് യു സാർ. സാറിന്റെ സംഭവ കഥയെന്ന് തോന്നുന്ന രീതിയിലായിപ്പോയി കഥ. ഒരു നോവായി ആ പ്രണയം മാറി. എങ്കിലും അതിലെ ആ സ്നേഹത്തെ നമ്മൾ കാണുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു പ്രണയഗാനവുമായി വരുന്നു നമ്മുടെ പ്രിയ അരുൺ ഗോപിനാഥ്. വെൽക്കം നമ്മള് മിസ്റ്റർ നിറം അരുൺ. എന്ന ചിത്രത്തില് കുഞ്ചാക്കോവന്റെ എന്റെ സാറിനെ കൂടി പാടിയ പാട്ടാണ് പാടാൻ പോകുന്നത്. മിഴിയറിയാതെ വന്നു നീ. ആ പാട്ട്. മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനീ കനവറിയാതെ കിനാവ് പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ സഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനീ കനവറിയാതെ കിനാവ് പോലെ കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാ എന്താവുകൾ കാറ്റായി വരും നിന്റെ കാത്താളം തങ്കൾ തിങ്കൾ തേരേറി വന്ന പൂതേടി ഇലിത്തുമ്പിൽ മാറും മോഹങ്ങളെ എന്നും നിന്റെ കൺകോണിൽ ഇന്നും മുത്ത കാത്തോളം ഒന്നും മിണ്ടാതെ നിൽക്കൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാനീ കനവറിയാതെ ഏതോ കിനാവ് പോലെ
തൂമഞ്ഞിനും കുളിരേകുവാ ദേവാമൃതം നൽകിയോ തെന്നലേ പൂന്തേനിനും മധുരം തരും അനുഭൂതികൾ കൊണ്ടുവാ സലഭമേ. എന്നുള്ളിൽ ചാചാടും കാണാ സ്വപ്നം പൂപ്പാടും കൊയ്യാനെത്തും കിന്നാനും പൺപ്രാക്കളെ ഒന്നാരം തേടാതെ ഓലച്ചിൽ മിണ്ടാനും ഇന്നൽ ചുണ്ടിൽ മൂളാനൊരീണം വരൂ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാനേ കനവറിയാതേതു കിനാവ് പോലെ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനില കിളിനീ ഷഹാന പാടി മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനീ കനവറിയാതെ ഏതോ കിനാവ് പോലെ. താങ്ക് യു. താങ്ക് യു. പ്രണയപൂരിതമായ പ്രേമാമൃതമായ മഞ്ഞും കനവും നിലാവും ഊഞ്ഞാലും ഒക്കെ ചേർന്ന ആ പാട്ടിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു പ്രണയ കഥയുമായി വരുന്നു നമ്മുടെ പ്രിയ ഹമീദാജി. എല്ലാവർക്കും നമസ്കാരം. പുനർനവയുടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനൊരു പ്രണയ കഥയ്ക്ക് റെഡി ആയിട്ടില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു പ്രണയ കഥ എന്ന് പറഞ്ഞപ്പോ ഞാൻ പണ്ടെങ്കാണ്ടോ വായിച്ച കഥയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഒരു 85 വയസ്സ് അടുത്തായ ഒരു അപ്പൂപ്പൻ, പുള്ളി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പോ അവരുടെ ടേൺ വരാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നഴ്സുമാരോട് പറയണം വെപ്രാളം പിടിക്കണം, എനിക്ക് വേഗം എന്റെ ടേൺ കഴിഞ്ഞ് എനിക്ക് പോകണം, തിരക്ക് എനിക്ക് ചെയ്തു തരണേ, ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ അവർ പറയണു എന്താ കാര്യം, ഇത്രയും തിരക്ക് പിടിക്കാനായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ പുള്ളി പറയുന്നത് എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വന്നോളാം. അപ്പൊ ഭാര്യ എവിടെയാ? ഭാര്യ ഹോസ്പിറ്റലിലാണ്. പുള്ളിക്കാരിക്ക് 80 വയസ്സുണ്ട്. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പുള്ളിക്കാരുടെ കൂടെ വരാം, പുള്ളിക്കാരുടെ അടുത്ത് വരാം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വേഗം പോകണമെന്ന്. അപ്പൊ ഇവരെ ശരിക്കും അറിയാവുന്ന നേഴ്സ് പറയുന്നു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഓർമ്മക്കുറവല്ലേ? അതെ. ഇപ്പൊ നിങ്ങൾ പോയാലും നിങ്ങൾ അവർ തിരിച്ചറിയുവോ? അറിയില്ലായിരിക്കും. എന്നെ എപ്പോ പോയാലും എന്നെ ആരാണാ ചോദിക്കണേ, എന്നെ പുള്ളിക്കാരി തിരിച്ചറിയാറില്ല എന്നും പറയുന്നു. അപ്പൊ നിങ്ങൾ ഈ വെപ്രാളം പിടിച്ച ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് അവിടെ എത്തണമെന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കണേ? നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും അവരറിയാൻ പോണില്ല, നിങ്ങൾ അവർ മനസ്സിലാക്കാനും പോണില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഈ വെപ്രാളം പിടിക്കണേന്ന് ചോദിക്കുന്നു. അപ്പൊ പുള്ളി പറയുന്നു അവർക്കല്ലേ ഓർമ്മക്കുറവ് വന്നിട്ടുള്ളൂ, എനിക്ക് ഓർമ്മക്കുറവ് ഇല്ലല്ലോ. എങ്ങളുടെ സ്നേഹം അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. എനിക്കറിയാലോ ഞാൻ ലേറ്റ് ആയിട്ട് പോയാ എന്റെ വാക്ക് തെറ്റിച്ചാ അത് ഇതാണ് എനിക്കറിയാലോ. അപ്പൊ എന്റെ സ്നേഹമാണ് ഞാൻ കാണിക്കുന്നത്, അത് അവർ അറിയണമെന്നില്ല എന്നും പറഞ്ഞ് പുള്ളി തിരക്ക് പിടിച്ച് ഭാര്യയുടെ അടുത്ത് പോകണം. അപ്പോ ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നമ്മുടെ പാർട്ട്ണർ അത് അപ്രീഷിയേറ്റ് ചെയ്യണോ അറിയിക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ പാർട്ട്ണർ ആണ്, അവരെ നമ്മൾ എപ്പോഴും സ്നേഹിക്കുക. നമസ്കാരം. താങ്ക് യു ഹമീദാജി. ചെറിയ കഥയാണെങ്കിലും വലിയ സന്ദേശമാണ് നൽകിയത്. അതുകൊണ്ട് അതൊരു ചെറിയ കഥ തന്നെയല്ല, എല്ലാവർക്കും ഉചിതമായ ഈ ദിവസത്തില് അല്ലെങ്കിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞ ആ കഥയ്ക്ക് ഒത്തിരി നന്ദി. അടുത്തത് വരുന്നു ഒരു പ്രണയ കവിതയുമായി നമ്മുടെ പ്രിയ സുനിത അജയൻ. ഗുഡ് ഈവനിങ്. ഞാനും ഒരു പ്രണയ കവിതയ്ക്ക് തയ്യാറൊന്നും അല്ലായിരുന്നു. അപ്പൊ പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കുട്ടിയതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുവാണേ. ഞാനൊരു നിഴലായിരുന്നതല്ലേ, നിന്നെ അറിയാതെ തുണയേകി കാത്തതല്ലേ,
നീയൊരു പൂവായി വിരിഞ്ഞതല്ലേ, എന്റെ കരളിന്റെ ചില്ലയിൽ പൂത്തതല്ലേ. എന്നിട്ടും എന്റെ മറുവാക്കു കേൾക്കാതെ നീ എന്നെ പിരിഞ്ഞുപോയി, നീ എന്നോടകന്നുപോയി. നിന്റെ ഈ മൗനവും വിടരാത്ത മൊഴികളും കണ്ണുനീരാൽ എന്നെ തടവിലാക്കി, എന്നും കണ്ണുനീരാൽ നീ തടവിലാക്കി. നീ തന്ന വേദന ഇടനെഞ്ചിലേറ്റി ഞാൻ ഇരുളിൽ അലയുന്നു ഓർമ്മകളായി, ഇന്നിരുളിൽ അലയുന്നു ഓർമ്മകളായി. തേങ്ങുമീ നെഞ്ചവും കരയുന്ന മിഴികളും അടരാൻ കഴിയാതടുത്തുപോയി, ഇന്നടരാൻ കഴിയാതടുത്തുപോയി. നീ വരും വഴികളിൽ കാത്തിരിക്കാൻ എൻ്റെ കണ്ണുകൾ നിമിഷങ്ങളേറെ എണ്ണി, എൻ്റെ കണ്ണുകൾ നിമിഷങ്ങളേറെ എണ്ണി. ഇനി എനിക്കാകുമോ നിന്നിലേക്കെത്തുവാൻ, മതിയാകുവോളം കൈകോർത്തിരിക്കാൻ. ഇനി എനിക്കാകുമോ നിൻമിഴിപ്പൂക്കളിൽ പ്രണയ വസന്തം കവർന്നെടുക്കാൻ. ഇനി എനിക്കാകുമോ നിന്നിലേക്കെത്തുവാൻ, മതിയാകുവോളം കൈകോർത്തിരിക്കാൻ. ഇനി എനിക്കാകുമോ നിൻമിഴിപ്പൂക്കളിൽ പ്രണയ വസന്തം കവർന്നെടുക്കാൻ. അറിയുന്നു പ്രിയ സഖേ നീ തനിച്ചാക്കിയ ഹൃദയത്തിൻ തീരാ നൊമ്പരങ്ങൾ, ഹൃദയത്തിൻ തീരാ നൊമ്പരങ്ങൾ. ചുഖം ചുഖം. താങ്ക് യു സുനിത. കേട്ടില്ലേ, വളരെ ഇരുന്നു പോയി. വളരെ നന്നായിരുന്നു. ഒരു പുതിയ കവിത കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അർത്ഥവത്തായ വരികൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തത് ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു കവിതയുമായി വരുന്നു നമ്മുടെ സിന്ധു ജയൻ. എല്ലാവർക്കും നമസ്കാരം. ഇത് പ്രകൃതിയുമോട് ചേർന്ന കവിതയാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു കവിതയായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും അതിൽ പ്രകൃതിയെയും വരുന്നുണ്ട്. ഒരു ചെറിയ കവിതയാണ്. മനസ്സേ നീ സ്വന്തമായി ഒരുത്തരും ഇല്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. മനസ്സേ നീ സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. അർത്ഥശൂന്യമാണ് പോലും കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വ്യർത്ഥമായി സംസാരത്തിൽ അലയുന്നു നീ. ശാശ്വതമല്ലീ ശരീരം ശവമാണെന്നോർത്തുകൊണ്ട് ശുദ്ധാത്മാവിനെ അറിയാൻ പരിശ്രമിക്കൂ. ശാശ്വതമല്ലീ ശരീരം ശവമാണെന്നോർത്തുകൊണ്ട് ശുദ്ധാത്മാവിനെ അറിയാൻ പരിശ്രമിക്കൂ. മിഥ്യയാമീ ജഗത്തിനെ സത്യമെന്നു നനയ്ക്കാതെ സത്യസ്വരൂപിണിയെ നീ ആരാധിച്ചാലും, മിഥ്യയാമീ ജഗത്തിനെ സത്യമെന്നു നനയ്ക്കാതെ സത്യസ്വരൂപിണിയെ നീ ആരാധിച്ചാലും, സ്ഥാനമാന ധനമെല്ലാം സ്ഥിരമാണെന്നോർത്തിടല്ലേ, സത്യവസ്തു ഒന്നേയുള്ളൂ ജഗദംബിക. സ്ഥാനമാന ധനമെല്ലാം സ്ഥിരമാണെന്നോർത്തിടല്ലേ, സത്യവസ്തു ഒന്നേ ഉള്ളൂ ജഗദംബിക. ഇത്തധനാദികളെല്ലാം ഇത്രയേറെ നൽകിയാലും ശുദ്ധഹൃദയമാണവൾക്ക് ഏറ്റവും പ്രിയം. ഇത്തധനാദികളെല്ലാം എത്രയേറെ നൽകിയാലും
ശുദ്ധഹൃദയമാണവൾക്ക് ഏറ്റവും പ്രിയം. മനസ്സേ നീ സ്വന്തമായി ഒരുത്തരും ഇല്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. താങ്ക് യു. അവസാനം ഈശ്വര ചിന്തയതൊന്നേ മനുജന് അശ്വതം ഈ ഉലകിൽ എന്ന ആ വരികളാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധമാകാൻ പ്രചോദിപ്പിക്കുന്ന പ്രചോദനാത്മകമായ ആ കവിതയ്ക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ പരിപാടിയിലെ ഒരു മാറ്റം വരുത്തുകയാണ്. നമ്മുടെ രാമമൂർത്തി കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രണയ ശകലങ്ങളുമായി വരുന്നു നമ്മുടെ ഗീതാരവി. മ്യൂട്ടാ മ്യൂട്ടാ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പ്രണയ ദിനാശംസകൾ. ഈ കവിതകളൊക്കെ ഞാൻ തന്നെ പലപ്പോഴായിട്ട് കുത്തി ശകലങ്ങളാണ്. അതെല്ലാം കൂടെ കൂട്ടി ഇണക്കി ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ നല്ല ദിനത്തില്. പ്രണയം പ്രണയം പ്രളയം പോലെയല്ല. അത് പ്രാണനിൽ നിന്ന് മെല്ലെ മെല്ലെ പ്രവഹിക്കുന്ന ജീവരക്തമാണ്. പ്രണയം പ്രളയം പോലെയല്ല. അത് പ്രാണനിൽ നിന്നും മെല്ലെ മെല്ലെ പ്രവഹിക്കുന്ന ജീവരക്തമാണ്. പ്രതിഫലേച്ഛയില്ലാത്ത ഒരു പ്രത്യാശദായിനി. പ്രതിഫലേച്ഛയില്ലാത്ത ഒരു പ്രത്യാശദായിനിയാണ് പ്രണയം. സ്നേഹം. എന്റെ പ്രണയം തോരാ മഴ പോൽ നിന്റെ മേൽ പതിച്ചുകൊണ്ടേയിരിക്കും. എന്റെ പ്രണയം തോരാ മഴ പോൽ നിന്റെ മേൽ പതിച്ചുകൊണ്ടേയിരിക്കും. കനത്ത മേഘപാളികളിൽ നിന്നും അടർന്നു മാറുന്ന മേഘശകലങ്ങളെ പോൽ എന്റെ ചിന്തകളുടെ നീരൊഴുക്ക് നിന്നിലേക്ക് മാത്രം. കനത്ത മേഘപാളികളിൽ നിന്ന് അടർന്നു മാറുന്ന മേഘശകലങ്ങളെ പോൽ എന്റെ ചിന്തകളുടെ നീരൊഴുക്ക് നിന്നിലേക്ക് മാത്രം. കാറ്റിലാടുന്ന കൗങ്ങിലെ കിളി കാതരയായി എന്റെ കാതിൽ മുഴിഞ്ഞു. നിന്റെ ചിറകുകൾ എന്റെ ചിറകുകൾ ഒട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ എന്നേ ഒട്ടിയിരുന്നു. കാറ്റിലാടുന്ന കൗങ്ങിലെ കിളി കാതരയായി എന്റെ കാതിൽ മൊഴിഞ്ഞു. നിന്റെ ചിറകുകൾ എന്റെ ചിറകുകളോട് ഒട്ടിച്ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ എന്നേ ഒട്ടിയിരുന്നു. നിനക്ക് വേണ്ടിയാണെന്നറിയാമോ എന്റെ ഈ മിടുക്കിൻ കൃത്തിന്റെ തുടിപ്പുകൾ? നിനക്ക് വേണ്ടിയാണെന്നറിയാമോ എന്റെ ഈ നനമാർന്ന മൗനത്തിൻ മൃദുകണങ്ങൾ? നിനക്ക് വേണ്ടിയെന്നറിയാമോ എന്റെ ഈ വിറയാർന്ന ചൊടികൾ തൻ വിതുമ്പലുകൾ? നിനക്ക് വേണ്ടിയാണെന്നറിയാമോ എന്റെ ഈ നിറയുന്ന മിഴികൾ തൻ നീർത്തുള്ളികൾ? നിനക്ക് വേണ്ടിയെന്നറിയാമോ എന്റെ ഈ കനവാർന്ന പകലും നിശീഥിനിയും? നിനക്ക് വേണ്ടി മാത്രമെന്നറിയുക എന്റെ ഈ മരളുന്ന മനസ്സിന്റെ ചിറകടിയും ഈ തളരുന്ന മേനിതൻ ഉയർത്തെണീപ്പിക്കും. അന്ന് നീ എനിക്ക് നീട്ടിയ പ്രേമത്തിൽ ചെറുതിരി ഞാൻ കെടാതെ സൂക്ഷിച്ചു. ഇതൊരു വലിയ ജ്വാലയാണ്, ഒരിക്കലും അണയാത്ത ഒരു വലിയ സ്നേഹജ്വാല. അതൊരു വലിയ ജ്വാലയാണ്, ഒരിക്കലും അണയാത്ത ഒരു വലിയ സ്നേഹജ്വാല. അപ്പൊ പ്രിയരെ, ഓർമ്മകൾക്ക് എന്നും പച്ച നിറമാണ്, പ്രണയത്തിന് ചുവപ്പ് നിറമാണ്. അപ്പൊ ഹരിത പറഞ്ഞത് ചാലിച്ച ഓർമ്മകൾ കൊണ്ട് പ്രണയത്തിന്റെ നിറം കൂടുതൽ ചുവക്കട്ടെ. എല്ലാവരും പ്രണയിക്കുക. അത് പ്രകൃതിയെ ആവാം, മനുഷ്യനെ ആവാം, പിന്നെ ആകാശത്തെ ആവാം, ചന്ദ്രനെ ആവാം, സൂര്യനെ. പ്രണയം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു വലിയ പോസിറ്റിവിറ്റിയാണ്. അപ്പം പ്രണയം മധുരതരമാക്കുക, ജീവിതം പ്രണയത്തിൽ കുളിപ്പിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണയദിനാശംസകളോടെ. താങ്ക് യു, ലവ് യു ഓൾ. താങ്ക് യു. എന്റെ ചിന്തകളുടെ നീരൊഴുക്കിൽ പെട്ട് രവിയേട്ടൻ അങ്ങനെ ഒഴുകി പോകാതിരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഞങ്ങൾ കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോ അടുത്തത് നമ്മുടെ ഒരു ഗാനവുമായി വരുന്നു ശ്രീമതി ബിന്ദു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ചെറിയൊരു ഭക്തി ഗാനമാണ്. ഭക്തി എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. വീഡിയോ
ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തോകിൽ ചുറ്റിക്കൊണ്ടും മണിപ്പുഴകൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തോകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വാകച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. വാകച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അഗതിയാമടിയന്റെ അശ്രു വീണു കുതിർന്നൂരി അവൾ പൊതി കൈക്കൊള്ളുവാൻ കണി കാണണം. അഗതിയാമടിയന്റെ അശ്രു വീണു കുതിർന്നൂരി അവൾ പൊതി കൈക്കൊള്ളുവാൻ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. താങ്ക് യു. ഭക്തിഗാനത്തിന് ഒത്തിരി നന്ദി. ഭക്തിഗാനം കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പ്രേമഗാനവുമായി വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഭാസി സാർ. ഭാവഗായകനെ അതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഇത്രയൊക്കെ വേണമായിരുന്ന ഇച്ചിരി കൂടിപ്പോയെന്ന് ആ ചിരി കണ്ടില്ലേ ഓരോരുത്തരുടെ അടുകൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. പാവകാടികൻ ഗായകൻ. ഓക്കെ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമം ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളവർ പോയല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ എന്ന് വന്നു ചേരും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം
ഭാവഗായകൻ എന്ന് പറഞ്ഞത് കുറഞ്ഞു പോയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു സോ മച്ച് ഭാവ് സാറേ. ഒറ്റ അപ്പോ ഭാവമുള്ള ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും വരുന്നു നമ്മുടെ രാമമൂർത്തി. അദ്ദേഹം വെൽക്കം രാമുജി. താങ്ക് യു സർ. ഒരു മിനിറ്റ് സാറേ, 2 മിനിറ്റ് കൂടുതൽ എടുത്താലും വിഷമമൊന്നും വിചാരിക്കില്ലല്ലോ. ഒരു വിഷമമില്ല, നമ്മുടെ സമയം അല്ല, പണ്ട് കറക്റ്റ് ആവും. കോളേജിൽ പറഞ്ഞ പോലെ ബോറടിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഇറങ്ങി പോവാം. ഇവിടെയൊക്കെ സമയത്തിന് വരണം. അതല്ല, മഞ്ഞ ഇട്ടില്ലാന്ന് തോന്നുന്നു. മഞ്ഞ ഇട്ടോണ്ടിരിക്ക മഞ്ഞത്തൂകിൽ കിട്ടിയില്ലായിരിക്കും. ഇല്ലായിരിക്കും. ചുറ്റി വന്നാ മതി. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രണയ കഥയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പ്രണയ കഥയല്ല കേട്ടോ. പണ്ട് ബഷീർ പറഞ്ഞിട്ടുണ്ട് മതിലുകളില്. വിചാരിച്ചില്ലെന്ന്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ. പണ്ട് ബഷീർ പറഞ്ഞിട്ടുണ്ട്, മതിലുകൾ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആ പൂവ് എന്ത് ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ച് കളഞ്ഞോ എന്ന് അറിയുവാനല്ലേ. കളഞ്ഞുവെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. ഇതുപോലെയാണ് എല്ലാ പ്രണയങ്ങളും. ഞാനിവിടെ പറയുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പ്രണയത്തിന്റെ തീവ്രമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. 5 മിനിറ്റ് സമയം കൂടുതലെടുത്ത് വരും, എല്ലാവരും ക്ഷമിക്കുക. തീപ്പാതി എന്ന് പറഞ്ഞൊരു ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയൊരു കഥയാണിത്. കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. ബാലചന്ദ്ര, മധുരമായ സ്ത്രീ ശബ്ദം. നട്ടുച്ചയ്ക്ക് ഷൊർണൂർ തീവണ്ടി ഓഫീസിൽ കോഴിക്കോട്ടേക്കുള്ള വണ്ടി കാത്തു നൽകിയായിരുന്നു ഞാൻ. തിരിഞ്ഞു നോക്കി, ഞെട്ടിപ്പോയി. സാരി തുമ്പുകൊണ്ട് തലമൂടിയ, മുഖത്തിന്റെ പാതിയും കഴുത്തും വലത് കൈയും തീപ്പൊള്ളി വികൃതമായ ഒരു പേക്കോലം. എന്നെ കണ്ടാൽ ഓർക്കാൻ പറ്റൂല. ഞാൻ ഷാഹിനിയാണ്, മാലിങ്കര കോളേജിലെ. എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ ആ വികൃത രൂപത്തെ അമ്പരന്ന് നോക്കുക മാത്രം ചെയ്തു. ഓർമ്മ വരണില്ലല്ലേ? വഞ്ചി മറിക്കുന്ന പേടിപ്പിച്ചിട്ട് എന്നോട് മുത്തം മേടിച്ചത് മറന്നുപോയോ? അയ്യോ, എൻ്റെ ഉള്ളിൽ ഓർമ്മ മിന്നി. എന്താണിത്? എന്തു പറ്റി? അവൾ മുഖം കുനിച്ചു. പിന്നെ സാവധാനം തലയുയർത്തി കരിഞ്ഞ ചിരിയോടെ പറഞ്ഞു, അത് വലിയ കഥയാണ്. വാക്കുകളെ തീവണ്ടിയുടെ അലർച്ച വിഴുങ്ങി. തിരക്ക് കുറഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ ജനലരികിൽ അപ്പുറത്തും ഇപ്പുറത്തും ഞാനും ഷാഹിനയും ഇരുന്നു. പഴയ സഹപാഠികൾ. ഒന്നും മിണ്ടാൻ വയ്യ, ആ മുഖത്തേക്ക് നോക്കാൻ വയ്യ. തുരുമ്പിച്ച ജനലരികളുടെ ഞാൻ പുറത്തേക്ക് നോക്കി. വെയിലിൽ ചെടികൾ, മരങ്ങൾ, വീടുകൾ, വയലുകൾ, ഭാരതപ്പുഴയുടെ നീർച്ചാലുകൾ. എൻ്റെ ഓർമ്മകൾ എല്ലാം പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. മാലിങ്കര SNM കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ലൈബ്രറിയിൽ വെച്ചാണ് ആ സുന്ദരിക്കുട്ടി ആദ്യം കണ്ടത്. നിന്റെ പേരെന്താ? ഞാൻ ചോദിച്ചു. നീരസത്തോടെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവൾ നടന്നുപോയി. ഞാൻ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നൃത്തമായിരുന്നു എന്നർത്ഥം. അവളെപ്പറ്റി അന്വേഷിച്ചു. പേര് ഷാഹിന, വീട് വൈപ്പിൻകരയിൽ, 3rd ഗ്രൂപ്പാണ്. പുറകെ നടന്നും വട്ടം ചാടിയും കൂട്ടുകാർ വഴിയും അവളെ ഒന്ന് പരിചയപ്പെടാൻ ഞാൻ ശ്രമിച്ചു. വലിച്ചില്ല. ഒരു ദിവസം ഒരു ബുദ്ധി തോന്നി. 200 പേജിൻ്റെ ഒരു നോട്ട് പുസ്തകം വാങ്ങി അതിൻ്റെ ഓരോ പേജിലും രാത്രി മുഴുവൻ ഇരുന്ന് ഷാഹിന 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 എന്ന് എഴുതി നിറച്ചു. പുസ്തകം പിറ്റേന്ന് അവൾക്ക് കൊടുത്തു. അവൾ വാങ്ങിയില്ല. മേടിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ കയറി പിടിക്കും, ഞാൻ ഭീഷണിപ്പെടുത്തി. അതേറ്റു അവൾ ആ പുസ്തകം വാങ്ങി. ഉച്ചയ്ക്ക് പ്യൂൺ എൻ്റെ ക്ലാസ്സിൽ വന്നു. ബാലേന്ദ്രനെ പ്രിൻസിപ്പൾ വിളിക്കുന്നു. പണ്ടാല സാറാണ് പ്രിൻസിപ്പൾ. മലയാളം പ്രൊഫസർ, അക്ഷരശ്ലോക പ്രേമി. ചിലപ്പോൾ എന്നെ വിളിപ്പിച്ച് കുമാരനാശാന്റെ ശ്ലോകങ്ങൾ ചൊല്ലിക്കും. പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ ഷാഹിന. ഞാൻ അവൾക്ക് കൊടുത്ത പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ. നാശമായി. കിളവൻ എന്തു ചെയ്യുമോ? ഇത് നീ എഴുതിയതാണോ? പണ്ടാര സാർ ചോദിച്ചു. അതെ, ഞാൻ പരിങ്ങി പറഞ്ഞു. ഒന്ന് വായിച്ചേ. അതേ, എനിക്ക് പുസ്തകം കിട്ടി. ഞാൻ പുസ്തകം തുറന്ന് വായിച്ചു. ഷാഹിന. മുഴുവൻ വായിക്കടാ. ഞാൻ വായിച്ചു തുടങ്ങി. ഷാഹിന 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 ഷാഹിന. ഏതാനും പേജുകൾ വായിച്ചപ്പോൾ സാർ പറഞ്ഞു, നിർത്തടാ.
അവൾ വാപത്തി ചിരിയടക്കി. ഞാൻ വേർത്ത് കുളിച്ചിരുന്നു. സാർ പറഞ്ഞു, നീ ഇതുപോലെ 10 പുസ്തകം നിറയെ എഴുതണം. കൈയക്ഷരം നന്നാവട്ടെ. അതൊന്നും ഇവൾക്ക് കൊടുക്കണ്ട, എനിക്ക് തന്നാ മതി. ഞാൻ നോക്കി മാർക്കിട്ടിട്ട് ഇവളെ ഏൽപ്പിച്ചോളാം. പോയിക്കോടാ കഴുതേ. അപമാനഭാരവും പ്രതികാരദാഹവും എരിയുന്ന ഹൃദയവുമായി ഞാൻ മടങ്ങി. അന്ന് രാത്രി ഉറങ്ങിയില്ല. എങ്ങനെ പകരം വീട്ടും? വൈപ്പിനിൽ നിന്ന് മുനമ്പം ബസ്സിൽ പള്ളിപ്പുറത്ത് വന്നിറങ്ങി വഞ്ചിയിൽ വലിയ പുഴ കടന്നാണ് വിദ്യാർത്ഥികൾ മാലിങ്കര കോളേജിൽ എത്തുന്നത്. പിറ്റേന്ന് രാവിലെ ഷാഹിനെയും കൂട്ടുകാരികളും കയറിയ വഞ്ചിയിൽ ഞാനും ജോമോൻ എന്ന തലതെറിച്ച സുഹൃത്തും കയറി. വഞ്ചി വിട്ടു. ഷാഹിനെയും കൂട്ടുകാരെ എന്നെ പരിഹസിച്ച് അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വഞ്ചിക്കാരന് 5 രൂപ എടുത്തു കൊടുത്തു. അയാൾക്ക് കാര്യം മനസ്സിലായി. വലിയ പുഴയുടെ ഒത്തനടുക്കെത്തിയപ്പോൾ അയാൾ തുഴച്ചു നിർത്തി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. എല്ലാവരും കേട്ടോളൂ, ഞാൻ ഷാഹിനെ നേർക്ക് വിരൽ ചൂണ്ടി ഉറക്കെ പറഞ്ഞു. ഈ പെണ്ണ് എൻ്റെ മാനം കെടുത്തി. എനിക്കിനി ജീവിക്കണമെന്നില്ല. ഞാൻ ഈ വഞ്ചി മുക്കാൻ പോവുക. നമുക്കെല്ലാം ഒരുമിച്ച് ചാവാം. എല്ലാവരും അമ്പരന്നു. ജോമോൻ പരിഭ്രാന്തി നടിച്ചു പറഞ്ഞു, ബാലൻ കാലത്തെ കഞ്ചാവടിച്ച് പ്രാന്തായി നിൽക്കുക, എന്തും ചെയ്യും, നമ്മളൊക്കെ ചാവും. അയ്യോ, പെൺകുട്ടികൾ മരണഭയത്തോടെ നിലവിളിച്ചു. അല്ലെങ്കിൽ ഷാഹിനെ ഇപ്പം മാപ്പ് വരണം. അതും പോരാ, എൻ്റെ കവിളത്തൊരു ഉമ്മയും തരണം, ഞാൻ ക്രൂരമായി പറഞ്ഞു. ഷാഹിനെ ഞെട്ടിത്തെറിച്ചു. വഞ്ചിക്കാരൻ പറഞ്ഞു, വേഗമാകട്ടെ, അടിവലിവുള്ള നേരമാ. വല്ല അബദ്ധം ഈ ചക്കം കാട്ടിയാൽ നമ്മളെല്ലാം ചാവും. ശവം പുറംകടലിൽ പോവും. ഷാഹിനെ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, മാപ്പ്. ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. കുനിഞ്ഞ് എൻ്റെ കവിൾ അവളുടെ അടുത്തേക്ക് അടുപ്പിച്ച് ക്രുദ്ധനായി ചോദിച്ചു, ചാവുന്നോ ഉമ്മ തരുന്നോ? മുത്തം കൂട് പെണ്ണെ, അല്ലെങ്കിൽ നമ്മൾ ചാവും. ഒരു പെണ്ണ് കരഞ്ഞു. ഷാഹിനയുടെ മുഖം ചോന്നു. മുത്തം കൂട് പെണ്ണെ, പെൺപിള്ളേർ ഒന്നിച്ചു പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഷാഹിന എൻ്റെ കവിളത്ത് ഉമ്മ വെച്ചു. പെണ്ണ് പിഴച്ചേ, ജോമോൻ കൂവി ആർത്തു. ഷാഹിന പൊട്ടിക്കരഞ്ഞു. ഞാൻ അട്ടഹസിച്ചു കൂവി. അകലെ മറ്റു വഞ്ചികളിൽ പുഴ കിടക്കുന്ന വിദ്യാർത്ഥികൾ കാര്യമറിയാതെ കൂവൽ ഏറ്റുപിടിച്ചു. വഞ്ചികളിൽ നിന്ന് വഞ്ചികളിലേക്ക് കൂവൽ പടർന്നു. കരക്കിറങ്ങിയപ്പോൾ ഷാഹിന കലിതുള്ളി. അറാമ്പറപ്പെ, നിന്നോട് പടച്ചോൻ ചോദിക്കും. അവൾ കുനിഞ്ഞൊരുപിടി ചെളിമണ്ണെടുത്ത് എൻ്റെ തലവഴി എറിഞ്ഞ് എൻ്റെ മുഖത്ത് കാറി തുപ്പി. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് ഞാൻ കോളേജിൽ കയറിയില്ല. ദാ കോഴിക്കോടായി. ഷാഹിനയുടെ ശബ്ദം എന്നെ ഉണർത്തി. സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ ഷാഹിന ചോദിച്ചു, എങ്ങോട്ടാണ്? ഹോട്ടൽ മഹാറാണി. എൻ്റെ വീട് അവിടുന്ന് അധിക ദൂരമല്ല. വീട്ടിലൊന്ന് വന്നു പോയി, എൻ്റെ മക്കൾക്കൊന്ന് കാണാലോ. ഷാഹിന ക്ഷണിച്ചു. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചെത്തി തേക്കാത്ത ഒരു ചെറിയ പഴഞ്ചൻ ഇരുനില വീട്. മുറ്റത്ത് ആടുകൾ. ഒരു സുന്ദരി പെൺകുട്ടി കമ്പിയിൽ കോർത്ത പഴുത്ത പ്ലാവിലകൾ ആടുകൾക്ക് നൽകിക്കൊണ്ട് നിൽക്കുന്നു. ഉമ്മ വന്ന്. പെൺകുട്ടി ഓടി വന്ന് ഷാഹിനെ കെട്ടിപ്പിടിച്ചു. ആടുകൾ കൂട്ടമായി കരഞ്ഞു. എൻ്റെ മോളാ റസിയ, രണ്ടാമത്തെ. മൂത്തതാണാ, ഓനൊരു കടയിൽ സഹായിക്കാൻ നിൽക്കുക, ഷാഹിന പറഞ്ഞു. ഉമ്മറത്തെ പഴയ മരമ്പഞ്ചിലിരുന്ന് ആട്ടിൻപാലൊഴിച്ച് ചായ കുടിക്കുമ്പോൾ ഷാഹിന അവളുടെ കഥ വികാരരഹിതമായി പറഞ്ഞു. വാപ്പ വൈപ്പിനിൽ ബോട്ട് സ്രാങ്കായിരുന്നു. ഉമ്മ നേരത്തെ മരിച്ചു. ഒരു സഹോദരൻ, 2 സഹോദരിമാരും. പ്രീ ഡിഗ്രി പൂർത്തിയാവും മുമ്പ് ഷാഹിനയുടെ നിക്കാഹ് കഴിഞ്ഞു. സൗന്ദര്യം കണ്ട് മോഹിച്ചു വന്ന ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു ഭർത്താവ്. മൂത്ത മകനൊരു വയസ്സുള്ളപ്പോൾ ഒരു കേസിൽപ്പെട്ട് അയാളുടെ ജോലി പോയി. ഷാഹിനയ്ക്ക് സ്ത്രീധനമായി വാപ്പ കൊടുത്ത സ്വത്തെല്ലാം വിറ്റ് അയാൾ കുറേ നാൾ പല ബിസിനസ് നടത്തി നോക്കി. എല്ലാം പൊളിഞ്ഞു. ഗൾഫിൽ പോയി. അവിടെ അയാൾ രക്ഷപ്പെട്ടു, ധനികനായി. പക്ഷേ അവിടുത്തെ ഒരു സ്ത്രീയുമായി അയാൾ സ്നേഹത്തിൽപ്പെട്ടു. അതിനിടെ നാട്ടിൽ ഭർത്താവിൻ്റെ അനിയൻ ഷാഹിനയുമായി അടുത്തു. അവൾ പെട്ടുപോയി. ഒടുവിൽ ഭർത്താവ് അവളെ മൊഴി ചൊല്ലി. ഭർത്തൃ സഹോദരനായ കാമുകനും അവളെ കൈയൊഴിഞ്ഞ് വേറെ കെട്ടി. അവസാനം വെറും കൈയോടെ മകൻ നസീറിനെയും കൂട്ടി ഷാഹിന ജനിച്ച വീട്ടിലേക്ക് ചെന്നു. അവിടെ മൂത്ത സഹോദരിയും ഭർത്താവും മക്കളുമായിരുന്നു താമസം. ഷാഹിനെയും മകനെയും പൊറുപ്പിക്കാൻ അവർ തയ്യാറായില്ല. കുടുംബകലകം സഹിക്കാതെ ഷാഹിന സ്വയം തീവച്ച് ചാവാൻ ശ്രമിച്ചു. ചത്തില്ല. പൊള്ളലേറ്റ് 1 മാസം സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനിടയ്ക്കാണ് അറിയുന്നത് അവൾ ഭർത്തൃ സഹോദരനിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന്. ഒടുവിൽ വാപ്പയുടെ ഒരു സഹോദരി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ വീട് ഹൃദയാലുവായ അമ്മായിയുടേതാണ്. ആ സ്ത്രീ മൊഴിചൊല്ലപ്പെട്ടവളും മച്ചിയുമാണ്. അവൾക്ക് ആരുമില്ല. കുറച്ച് കൃഷിയും ആട് വളർത്തലും ഒക്കെയാണ് ജീവിതമാർഗം. അമ്മായിയുടെ സംരക്ഷണയിൽ ഷാഹിന ഭർത്തൃ സഹോദരൻ്റെ കുട്ടിയെയും പെറ്റു വളർത്തി. മകൻ നസീർ 10ാം ക്ലാസ്സിൽ തോറ്റൊരു കടയിൽ സഹായിയായി ജോലി ചെയ്യുന്നു. മകൾ റസിയ 5ാം ക്ലാസ്സിൽ. സുന്ദരനായ ഒരു ആൺകുട്ടി പടി കടന്നു വന്നു. മോളെ, ഈ ആളിനെ അറിയോ? മോനെ, ഈ ആളിനെ അറിയോ? ഷാഹിന ചോദിച്ചു. നസീർ എന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ തലയാട്ടി. പടം കണ്ടിട്ടുണ്ട്, ഉമ്മ പറഞ്ഞറിയാം, അവൻ സങ്കോചത്തോടെ പറഞ്ഞു. അവൻ അകത്ത് കയറി വലിയൊരു കാലിച്ചാക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ബാലചന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. മോൻ വായനശാലയിൽ നിന്ന് കൊണ്ടുവരും. ഇന്നാളൊരു പത്രത്തിൽ നിങ്ങളുടെ കുടുംബ ഫോട്ടോ കണ്ടു, അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഷാഹിന ചിരിച്ചു. എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. സന്ധ്യയാകാറായി. ഇറങ്ങാൻ നേരത്ത് ഞാൻ വിചാരിച്ചു, കയ്യിൽ പണമുണ്ട്, ഷാഹിനയ്ക്ക് കുറച്ച് പണം കൊടുത്താലോ? വേണ്ട, അവളുടെ അഭിമാനം വ്രണപ്പെട്ടാലോ? ഒരിക്കൽ കൂടി എൻ്റെ മുഖത്ത് കാറ് തുപ്പിയാലോ? പെട്ടെന്നൊരാശയം എനിക്ക് മിന്നി. അതെ, അത് ചെയ്യണം. ഞാൻ ഷാഹിനോട് പറഞ്ഞു, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്.
എന്നോടോ? ഷാഹിന അത്ഭുതപ്പെട്ടു. അതെ, പരമരഹസ്യം. ഷാഹിന മോളെ നോക്കി. അകത്ത് പോ മോളെ. കുട്ടി അകത്തേക്ക് പോയി. ദ്രവിച്ച ഗോവണിയുടെ ചൂട്ടിൽ ഒരു രഹസ്യസ്ഥലം ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ട് നടന്നു. ഷാഹിന പുറകെ വന്നു. ഞാൻ ചുറ്റും നോക്കി. ആരും കാണുന്നില്ല. എന്താണ്? ഷാഹിന ജിജ്ഞാസയോടെ ചോദിച്ചു. അടുത്ത് വാ, ചെവി പറയാം. ഷാഹിന തെല്ലും അടിയോടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി. വേറൊന്നുമല്ല, ഞാൻ പണ്ട് നിന്നോട് ബലമായി പിടിച്ചു വാങ്ങിയത് തിരിച്ചു തരാനാണ്. ഷാഹിനയ്ക്ക് മിണ്ടാൻ കഴിയും മുമ്പേ ഞാൻ അവളുടെ തീപ്പുള്ളി ചുരുണ്ടുപോയ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അവൾ സ്തംഭിച്ചു നിന്നു. ധൃതിയിൽ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല. ഇതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ജീവിത കഥയാണ് ഞാൻ വായിച്ചത്. അപ്പം ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സുഹൃത്തെ, ദൈവം നിനക്ക് 100 വർഷം ആയുസ് നൽകുന്നുവെങ്കിൽ ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് അതിനേക്കാൾ കുറച്ചൊരു ദിനം മതി. കാരണം നീയില്ലാത്ത ഭൂമിയിൽ എനിക്കൊരു നിമിഷാർത്ഥം പോലും ജീവിക്കേണ്ട. ഈ ഭൂമി ഇത്രമേൽ മനോഹരിയായിരിക്കുന്നത് നീ എനിക്ക് വേണ്ടി മാത്രം വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം. ചുരുളൻ മുടിയുടെ കീഴിലെ കൊച്ചരിപ്പല്ല് കാട്ടിയ കുസൃതിച്ചിരിയും പ്രണയത്തിന്റെ പുൽമേടുകളിലേക്ക് കൈപിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന അനുപമ ലാവണ്യമായും കണ്ണീരുപ്പ് കലർന്ന കഞ്ഞി വിളമ്പുന്ന കനിവായും അവൾ നിങ്ങളെ നിരന്തരം വിസ്മയിപ്പിക്കുന്നു. പ്രകൃതിക്കൊപ്പം പൂക്കാനും തളിർക്കാനും പാടാനും അനുഗ്രഹം ലഭിച്ചവൾ, നിറയെ പൂക്കൾ ഉതിർന്നു നിൽക്കുന്ന പൂമരം പോലൊരു ജന്മം. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ അനുഭവമില്ലാതെ കാണുന്ന ഒരു കെട്ടകാലമാണിത്. നിഷ്കളങ്കവും സുഗന്ധപൂരിതവുമായ അത്തരം സൗഹൃദങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങളുടെ ജീവിതം സാക്ഷ്യം കൊടുക്കട്ടെ. രണ്ടുപേരും പാട്ടും കൂടി പാടുന്നുണ്ട്, ഇതും കൂടി കേട്ടിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോലെ, വെറുമന്യനെ പോലെ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല, മാനസഭാവങ്ങൾ മൗനത്തിൽ ഒളിപ്പിച്ചു മാനിനി നാം ഇരുന്നു. നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൽ തുടിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോലെ, വെറുമന്യനെ പോലെ. ഇനി ജോർജ് സാറിന് വേണ്ടി രണ്ടുപേരെയും കൂടി. പറുദീസ നഷ്ടത്തിന് ശേഷം തകർന്നു നിൽക്കുകയാണ് അയാളുടെ സഖി. അയാൾ നിമിത്തം മരണം വന്നുവെന്ന് സമസ്ത പ്രപഞ്ചവും അവളെ കുറ്റപ്പെടുത്തും. അയാളും കൂടെ ഇല്ലെങ്കിൽ ഇനി അവൾക്ക് ആരുമില്ല. ഇത് അവളേക്കാൾ കൂടുതൽ അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു, ഹവ്വ. ആ വാക്കിന്റെ അർത്ഥം ജീവനുള്ളവരുടെ അമ്മ എന്നാണ്. അങ്ങനെ അയാൾ അവളുടെ ആത്മാവിന്റെ നാളം അണയാതെ കാത്തു. നന്ദി, നമസ്കാരം. ജേക്കബ് സാറ് മ്യൂട്ടില്ല. ഓക്കെ. നേരത്തെ മ്യൂട്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞില്ല. ഒരു പൂ ചോദിച്ച് ഒരു പൂക്കാലം തന്നെ തന്നിട്ട് പോവുകയാണ് രാമമൂർത്തി. താങ്ക് യു സോ മച്ച്. മതിലുകളിലെ കരമന ജനാർദ്ദനൻ നായരെയും KPAC ലളിതയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയും എല്ലാം ശരിക്കും നന്നായി അവതരിപ്പിച്ചു. ഒരു വലിയ സന്ദേശം കൂടെ, എന്ത് നമ്മൾ വാങ്ങിയാലും അത് തിരിച്ചു കൊടുത്തിരിക്കണം, അല്ലേ? അപ്പോ ഒരു കഥയോടൊപ്പം
13ാമത്തെ ഒരു ഗാനം കൂടെ പിന്നെ മൂർത്തിജി പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം 13 കഴിഞ്ഞു. 14ാമത്തെ ഫെബ്രുവരി 14 14ാമത്തെ പ്രോഗ്രാം നമ്മുടെ ഫീഡ്ബാക്കിനും നന്ദി പ്രകാശനത്തിനുമായി നമ്മുടെ പ്രിയ രവിയേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയ പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സമയം അതിക്രമിച്ചിരിക്കുന്നു. സാരമില്ല, നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. സാന്ദ്രലയം എന്ന പ്രോഗ്രാമിന്റെ 4ാമത്തെ എപ്പിസോഡാണല്ലോ ഇത്. പ്രണയദിനമായ ഒരു സുദിനത്തിൽ നമുക്ക് ഈ സാന്ദ്രലയം എന്ന പരിപാടി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു നിമിത്തമായിട്ട് തന്നെ നമുക്ക് ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. എന്തായാലും പ്രണയത്തെപ്പറ്റി എല്ലാവരും 1-2 വാക്കുകളൊക്കെ പറയുകയും ചെയ്തപ്പോൾ ഞാനും പറഞ്ഞില്ലേ, മോശമല്ലേ? 2 വാക്ക് ഞാനും പറയാം. പ്രണയം എന്നാൽ ഒരാളോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ആത്മബന്ധവും വിശ്വാസവും പരിഗണനയും ചേർന്ന മനോഹരമായ ഒരു വികാരമാണ്. അത് വെറും ആകർഷണം മാത്രമല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കൽ, പിന്തുണ, ത്യാഗം, സന്തോഷവും ദുഃഖവും പങ്കിടൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ബന്ധമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നിവിടെ ഓരോരുത്തരും അവതരിപ്പിച്ച പ്രോഗ്രാമുകൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. ഒന്നിനും ഒരു കുറവ് പറയാൻ സാധിക്കുകയില്ല. ആദ്യമായിട്ട് രജനി മാം ഈശ്വര പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിച്ചു. വളരെ ഭക്തിനിർഭരമായ ഒരു ഗാനം ആലപിച്ച ശ്രീമതി രജനി മാമിന് എന്റെയും ഈ പുനർനവ കുടുംബത്തിന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഫിലോമിനാജി. പ്രണയ ജോഡികൾക്കും പ്രണയിനികൾക്കും പ്രണയന്മാർക്കും മറ്റെല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്ത ഫിലോമിനാജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കൂടെ നമുക്ക് കുറച്ച് കടങ്കഥകൾ കൂടി പറഞ്ഞു തന്ന ഫിലോമിനാജിക്ക് പ്രത്യേകം നന്ദി എന്റെ പേരിലും ഈ പുനർനവ ഗ്രൂപ്പിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തിയ എന്റെ സഹോദരൻ ശ്രീ ജേക്കബ് സാർ പ്രണയദിനത്തെപ്പറ്റി വളരെ ഹൃദ്യമായി സംസാരിക്കുകയും റോമൻ ചക്രവർത്തിയെക്കുറിച്ചും വാലന്റൈൻസ് ഡേയുടെ ഉദ്ഭവത്തെക്കുറിച്ചും വിശദീകരിച്ച് പരസ്പരമുള്ള ബന്ധവും സ്നേഹവും കരുതലും വിശ്വാസവും ഉള്ളതാകട്ടെ ഈ ദിനമെന്ന് ആശംസിക്കുകയും ചെയ്തു. സാറിനും റോസ്ജിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജോഷ് സാർ പ്രണയകഥ അവതരിപ്പിച്ചു, വളരെ ഭംഗിയായിരുന്നു. ജേക്കബ് സാറിന്റെ ചക്രവർത്തിയുടെ കഥയുടെ ബാക്കിയായി കുറച്ചുകൂടി ആഡ് ചെയ്ത് വിശദീകരിക്കുകയുണ്ടായി. പ്രണയം എന്ന കഥ വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു. പ്രണയിക്കുന്ന ഹൃദയങ്ങൾക്ക് അല്പം വേദന ഉണ്ടാക്കാമെങ്കിലും വളരെ നല്ലൊരു കഥയായിരുന്നു. സാറിനും മിനിജിക്കും എന്റെയും പുനർനവ ഗ്രൂപ്പിന്റെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അരുൺജിയുടെ മിഴിയറിയാതെ എന്ന പ്രണയഗാനം വളരെ നന്നായിട്ട് അത് പാടി അവതരിപ്പിക്കുകയുണ്ടായി. അരുൺജിക്ക് പ്രത്യേകം നന്ദി എന്റെയും ഈ പുനർനവ ഗ്രൂപ്പിന്റെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അമിതാജി അവതരിപ്പിച്ച പ്രണയകഥ 85 വയസ്സുള്ള ചെറുപ്പക്കാരും കണ്ടില്ല അല്ലെ? 85 വയസ്സുള്ള അപ്പൂപ്പന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കഥ നന്നായിരുന്നു. ചെറിയ കഥ എല്ലാവർക്കും ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന ഒന്നായിരുന്നു. താങ്ക് യു ഗ്രൂപ്പിന്റെ പേരിലും എന്റെ പേരിലും. പിന്നെ സുനിതക്കുട്ടി അവതരിപ്പിച്ച പ്രണയ കവിത, വേറെ ഒരു കവിതയും കണ്ടില്ല ഈ സമയത്ത്. നമുക്ക് നല്ലൊരു കഥയായിരുന്നാലും മനസ്സിൽ വളരെ തട്ടി വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കവിതയായിരുന്നു. വളരെ നന്നായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. താങ്ക് യു സുനിതാജി, എന്റെ പേരിലും പുനർനവ ഗ്രൂപ്പിന്റെ പേരിലും. പിന്നെ സിന്ധു അവതരിപ്പിച്ച നേച്ചർ ലവ് സോങ് മനഃശുദ്ധി സൂക്ഷിക്കുവാൻ പറ്റിയ ഒരു ഗാനമായിരുന്നു. എന്തായാലും വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. താങ്ക് യു സിന്ധു, എന്റെ പേരിലും പുനർനവ ഗ്രൂപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഗീതാജി അവതരിപ്പിച്ച പ്രണയ കവിതകൾ എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നി. കവിതകൾ എന്നെക്കുറിച്ചാണ്, സംശയമൊന്നുമില്ല. വിവാഹത്തിന് ശേഷം പ്രണയം
കുറയുന്നുവെന്ന് കരുതുകയും പറയുകയും ചെയ്യുന്നവർക്ക് ഈ വരികൾ സമർപ്പിക്കാം. എൻ്റെ ജീവിതമാകുന്ന കവിതയുടെ ഈണം ഈ സ്നേഹമാണല്ലോ. ഏതായാലും നന്നായി. വെരി ഗുഡ്. പിന്നെ അടുത്തത് വന്നത് ആരാണ്? ഗീതാജി കഴിഞ്ഞ് ബിന്ദു എസ്. ഭക്തിഗാനം ഗുരുവായൂരപ്പനെ നമ്മുടെ വേദിയിൽ കൊണ്ടുവന്നു നല്ലൊരു ഭക്തിഗാനമായി അവതരിപ്പിക്കുകയുണ്ടായി. താങ്ക് യു ബിന്ദുജി. ഹാജി സാറിന്റെ പ്രണയഗാനം വളരെ നല്ലതായിരുന്നു. പഴയകാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഗാനം. അതെ, പഴയകാലത്തിന്റെ പ്രണയത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമായിരുന്നു. വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഏതായിരുന്നു? അത് മുഴുവൻ പാടിയിട്ടില്ല. അത് ഒരു പുഷ്പം മാത്രം. അത് മുഴുവൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കണ്ണിയ കൂടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നന്നായിട്ട് അത് പാടി. താങ്ക് യു ഹാജി സാർ. എൻ്റെ പേരിലും ഗ്രൂപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തത് അവതരിപ്പിച്ചത് പ്രണയകഥ. ആരായിരുന്നു? നമ്മുടെ കഥാനായകൻ സ്വന്തം മൂർത്തിജി. ലേറ്റാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പോലെ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കഥ. ലൈബ്രറിയിൽ വന്ന ഒരു സുന്ദരിയെ പ്രേമിക്കുവാൻ വേണ്ടി നടത്തിയ സാഹസങ്ങളും പിന്നെ വളരെ ഹർട്ട് ടച്ചിങ് ആയിരുന്നു. നന്നായിരുന്നു. വളരെ നന്നായി അവതരിപ്പിച്ചു. കൂടെ ആലപിച്ച ഗാനവും ഭംഗിയായി. ജോർജ് സാറിന് വേണ്ടി 2 വരി പറഞ്ഞു കൊടുത്തു. അതും വളരെ ഹൃദ്യമായിരുന്നു. എല്ലാം കൊണ്ടും നമ്മുടെ ഇന്നത്തെ ഈ സുദിനം വളരെ ഭംഗിയാക്കി തന്ന ഈ സായാഹ്നത്തിൽ എല്ലാവർക്കും, പിന്നെ നമ്മുടെ ഇതിനകത്ത് പ്രദീപ്ജി വന്നിരുന്നു എന്ന് തോന്നുന്നു. ഉണ്ടോന്നറിയില്ല. ഉണ്ട് ഇതിനകത്ത്. ഉണ്ട്. അപ്പൊ പ്രദീപ്ജിയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ ഇൻസ്ട്രക്ടേഴ്സും, നമ്മുടെ സുരേഷ് സാറും വന്നിട്ടുണ്ട്, ഹരിജി ഉണ്ട്, ഫിലോമിനാജി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ആണല്ലോ എപ്പോഴും. പിന്നെ അതുകൂടാതെ വേറെ ഇൻസ്ട്രക്ടറായിട്ട് ആരാ ഉള്ളത്? എന്തായാലും ഉള്ളവർക്ക് എല്ലാവർക്കും എൻ്റെയും ഈ ഗ്രൂപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എനിക്ക് ബാസി സാറിനോട് ഐ മിസ്ഡ് യു സംഹൗ ഐ ഡിഡ് നോട്ട് സീ യുവർ നെയിം ഇൻ ദ പ്രോഗ്രാം. സോ ഇന്നത്തെ ദിവസം ഒന്നിനൊന്ന് മെച്ചമായ പരിപാടികളായിരുന്നു എല്ലാവരും അവതരിപ്പിച്ചത്. ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാവുന്ന ഒരു ദിവസമാക്കി തീർത്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി ആശംസിക്കുകയും ഫീഡ്ബാക്ക് നടത്തുകയും ചെയ്ത പ്രിയ രവിയേട്ടന് നന്ദി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രദീപ് സാറും രമ്യാജി, സുരേഷ് സാറ്, അങ്ങനെ നമ്മുടെ പിന്നെ ഹരിജി, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആശംസകൾ. ഞങ്ങള് ജയ്പൂരിലാണ്, ഞാൻ എൻ്റെ അതേ യാത്രയുടെ ഭാഗമായിട്ട്.